ഉണ്ട്. ഇതൊന്നും വേണ്ട. ഈ പോലീസുകാർക്ക് തന്നെ വിവിധ വകുപ്പുകളുണ്ട്. വിവിധതായ റേഞ്ചർ ഓഫീസ്, ഫോറസ്റ്റ്, പിന്നെ അതേപോലെ എക്സൈസ്. ഇതിലൊക്കെ അവർക്ക് ചേഞ്ച് വരുത്താൻ അധികാരം കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മലയില്ല, ഒരു കൊലയില്ല. അതന്നെ പറയാം. ഒന്നാമത്തെ എന്താ പറയുക, ഈ ഭരണം കൊണ്ട് ആണ് ജനങ്ങൾ പൊറുതി മുട്ടിയത്. നശിച്ച ഭരണം. പോലീസ്, അയ്യപ്പ ഭക്തന്മാർ, പിന്നെ അവിടെ 18-ാം പടിയുടെ ചുവട്ടിലും മേലെയും താഴെയൊക്കെ ഇടയ്ക്കിടയൊക്കെ ആയിട്ട് ഒരുപാട് സമയത്ത് പിന്നെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ളതാണ്. ഇന്നലെ ശബരിമലയിൽ ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാർക്ക് നല്ല പടി പരിശീലനം, നല്ല നടപ്പ് പരിശീലനം. അപ്പോൾ ഞാൻ ഒന്ന് പറയുകയാണ് സുഹൃത്തുക്കളെ, കാരണം പോലീസുകാർക്ക് ഇന്നേവരെ നല്ല നടപ്പ് പരിശീലനം കിട്ടിയിട്ടല്ലേ ഇവരൊക്കെ പോലീസിൽ വന്നത്. പിന്നെ ശബരിമലയിൽ എന്തൊക്കെ ആചാരങ്ങളുണ്ട്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളുണ്ടെന്ന് നമ്മുടെ പോലീസ് അയ്യപ്പ ഭക്തന്മാർക്ക് അറിയില്ലേ? അവർക്കൊക്കെ അറിയാട്ടോ. പക്ഷേ അതിൽ വേറൊരു കാര്യങ്ങൾ പെട്ടെന്ന് ചുരുക്കി പറയാം. അതാണ് ഇപ്പം ഇനി ഇഷ്ടം എല്ലാവർക്കും. അത് പോലീസുകാർ ചെയ്ത പരിപാടിയല്ല, പോലീസുകാരുടെ ബുദ്ധിയിൽ വന്നതല്ല, അത് പോലീസുകാരുടെ ചിന്തയിൽ വന്നതല്ല. അത് ഏതോ ഒരു ഭക്തൻ പറഞ്ഞു കൊടുത്തൊരു കാര്യത്തിൽ അവർ എടുത്തു പോയതാണ് ശരിക്കും സംഭവം. അങ്ങനെയാണ്. അല്ലാതെ പോലീസുകാർ ഇത്ര കാലമായിട്ടും പോലീസുകാർ അങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനെ നടത്തിയിട്ടില്ല. അത് മനസ്സിലാക്കണം. എത്ര വർഷമായി ഇപ്പോൾ ശബരിമല ഉണ്ടായിട്ട്. ശബരിമലയിൽ പോലീസ്, അയ്യപ്പ ഭക്തന്മാർ, പിന്നെ അവിടെ 18-ാം പടിയുടെ ചുവട്ടിലും മേലെയും താഴെയൊക്കെ ഇടയ്ക്കിടയൊക്കെ ആയിട്ട് ഒരുപാട് സമയത്ത് പിന്നെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ളതാണ്. ഇത്രയും വർഷമായിട്ട് അവിടെ ഒരു പിന്നെ ഫോട്ടോഷൂട്ട് നടത്തിയതായിട്ട് ഇന്നവരെ അങ്ങനെ ഒരു വാർത്തയും ഒന്നും വന്നിട്ടില്ല. ഇത് ശബരിമലയ്ക്ക് പോയ ഏതോ ഒരു VVIP ഭക്തൻ, പിന്നെ അവിടെയൊക്കെ ഭക്തന്മാരാണല്ലോ. കാരണം പിന്നെ ശബരിമല പറഞ്ഞത് ഭക്തന്മാരുടെ സങ്കേതം കൂടിയാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് തോന്നിയൊരു സംഭവം കൂടിയാണിത്. അല്ലാതെ അവർ ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ പോലീസുകാരെ വലുതാക്കി പറയുന്നില്ല. അറിയുന്ന പോലീസുകാരെ കണ്ട 2 ഇടി കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസുകാരെ വലുതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെ വലുതാക്കിയിട്ടും കാര്യമില്ല. എന്താ നല്ല ചന്തമുള്ള പെണ്ണുങ്ങൾ കേട്ടോ, പെൺകുട്ടികൾ. കല്യാണം വേണ്ട പറഞ്ഞ് നടക്കണൊക്കെ വെറുതെയാണ്. ഒക്കെ ഈ ചുണ്ടിൽ എത്തിക്കും, കാതിൽ മറ്റേ ചെമ്പും കൊടുക്കവും ചെരുവവും തൂക്കി വന്നാൽ പിന്നെ എങ്ങനെ ചെക്കന്മാർക്ക് ഇഷ്ടപ്പെടുക? അപ്പോൾ സുഹൃത്തുക്കളെ ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ശബരിമലയുടെ ശരിക്കുള്ള ശബരിമല എന്നുള്ളത്, ശബരിമലയ്ക്ക് പോകേണ്ടത് ആരാന്ന് എല്ലാവർക്കും അറിയോ? നമ്മൾ 41 നാൾ നോമ്പെടുത്തിട്ട് ശബരിമലയിൽ അയ്യപ്പനെ പോയി കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളികൾക്കുള്ളൊരു സംഭവമല്ല അത് കേട്ടോ. അത് അവിടുത്തെ ആദിവാസികളും കാട്ടുവാസികളും അതേപോലെ തന്നെ പിന്നെ ഈ അയ്യപ്പൻ്റെ പന്തള മഹാരാജാവിൻ്റെ കുടുംബത്തിനും ആ കുടുംബത്തിലുള്ള ആൾക്കാർക്കും അവിടെയുള്ള വേലക്കാർക്കും മാത്രമുള്ള ഒരു അധികാരം കൂടി മാത്രമാണത്. ആ പിന്നെ സന്നിധാനത്ത് കയറുക, അവിടെ പിന്നെ ഇരുമുടിക്കൊട്ടയോട്ട് പോവുക, അത് പിന്നെ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക്
അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് ശരിക്കത്. അതിന് ശേഷമാണ് ശബരിമല തീപിടുത്തം ഉണ്ടായത്. അത് എത്രയോ വർഷം മുന്നെയാണത്, 1800 സംതിങ്ങിലൊക്കെയാണ് തീപിടുത്തം ഉണ്ടായത്. കാരണം അത് അവിടുത്തെ ദൈവത്തിന് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല, അയ്യപ്പന് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇത് ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ പിന്നെ ഇപ്പോൾ ദൈവമല്ലേ, ദൈവത്തിന് പിന്നെ മനുഷ്യന്മാരോട് അല്ലാതെ വേറെ ആരുടെ ക്ഷമിക്കാൻ കഴിയുക? കാരണം വിശ്വാസിയും അവിശ്വാസിയും ദൈവം ഒരുപോലെ ക്ഷമിക്കുന്ന പറയണേ. അപ്പോൾ പിന്നെ എന്താ ഇതിൽ നമുക്ക് ശബരിമല ചവിട്ടാനുള്ള ഒരു അധികാരവും ഇല്ല കേട്ടോ. മലയാളി ആയാലും വേണ്ട, ബംഗാളി ആയാലും വേണ്ട, തമിഴിനായാലും വേണ്ട, നമുക്ക് മല ചവിട്ടാനുള്ള അധികാരമില്ല. പിന്നെ അങ്ങനെ ദേവസ്വം ബോർഡ് അങ്ങനെ ഏറ്റെടുക്കുകയുണ്ടായത്. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് അങ്ങനെ നടത്തിപ്പിൻ്റെ ഫുള്ള് പരിപാടി പൈസയും ഒക്കെ ദേവസ്വം ബോർഡ് എടുക്കുകയാണ്. അതിപ്പോൾ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ എന്നുള്ളൊരു ഇതല്ല, ഒക്കെ ദേവസ്വം ബോർഡ്. അതുമാത്രമല്ല, പിന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതോ ചാനലിൽ കണ്ടു വാവര് പള്ളി അവിടുന്ന് മാറ്റണം, അയ്യപ്പന് പറ്റിയ ആളല്ല വാവരെന്ന്. അത് ശരിക്കും ഇതിൽ പറയാൻ പാടുമെന്നറിയില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, എനിക്കറിയില്ല, യൂട്യൂബിൽ അങ്ങനെ വേണ്ടാത്തൊന്നും പറയാൻ പാടില്ലാത്തത്. അങ്ങനെ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അത് യൂട്യൂബുകാർ പിടിക്കും. ഇപ്പോൾ മറ്റുള്ളവർ പിടിച്ചാലും യൂട്യൂബ് പിടിക്കും. യൂട്യൂബ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാനലോ അങ്ങനെ എന്തൊക്കെ ഫ്രീസ് ആവത്രേ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവർക്കുള്ളത് ആ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഇപ്പം തന്നെ അവർ എല്ലാ കുടുംബത്തിലുള്ളവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവര് അയ്യപ്പന് പറ്റിയ ആളല്ല വാവര് എന്ന് പറയുമ്പോൾ ഇത്ര വളരെ ഭയങ്കര, പക്ഷെ അതൊക്കെ അയാൾ അനുഭവിക്കും തീർച്ചയായിട്ടും. അതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ പോകുള്ളൂ. എന്നാലും ഞാൻ വരാട്ടോ, പോയിട്ടില്ല. ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ സംഭവത്തിൽ ഗുരുതര വീഴ്ച തന്നെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ശരിക്കും ഗുരുതര വീഴ്ചയൊന്നും അല്ല. ഗുരുതര വീഴ്ചയ്ക്കും അവർക്ക് നല്ല നടപ്പിനുള്ള ഒന്നും കണ്ണൂരിൽ അത്ര ഇനി ആ 29 പോലീസുകാരെ ആ ഫോട്ടോ എടുത്ത് എത്ര പോലീസുകാരുണ്ടോ അത്രയും പോലീസുകാരെ കണ്ണൂർ പിന്നെ പരിശീലന കേന്ദ്രത്തേക്ക് മാറ്റുന്നത്. എന്തിന് മാറ്റണേ? എന്തിനാ അതിൻ്റെ ആവശ്യം? അവർക്ക് അവിടെ തന്നെ ഓരോ ദിവസം 3 നേരം അയ്യപ്പൻ്റെ ആ സന്നിധാനത്ത് ശയനപ്രദക്ഷിണം ചെയ്യിപ്പിച്ചാൽ മതി. അതോടുകൂടി ആ ശിക്ഷ തീരും. അതൊക്കെ വെറും ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള പരിപാടിയാണത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക, ശയനപ്രദക്ഷിണത്തിനോടൊപ്പം 5001 രൂപ അവിടെ തെറ്റ് പണം എന്ന് പറയും. നമ്മളെന്താ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൈസ ഇടുന്നൊരു പരിപാടിയാണ്. അവിടെ നല്ല എല്ലായിടത്തും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വിട്ടേ പിന്നീട് അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല. ഇത് ജനങ്ങളെ കണ്ണിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വർണ്ണ വിസ്മയമാക്കുകയാണ്. അങ്ങനെയാണ് സംഭവം. അല്ലാതെ ഇപ്പോൾ അവരവിടെ പോയിട്ട് ഇപ്പം നിങ്ങൾ അറിയുന്നുണ്ടോ, ഈ 21 പോലീസുകാർ അവിടെ പോയിട്ട് പൊരിഞ്ഞ പണിയാണ്, പണിഷ്മെൻ്റാണ് എന്നൊക്കെ അവരൊക്കെ മൂടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകും. കേരളത്തിൽ എത്ര സ്റ്റേഷനുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഇനിയൊന്നും വേണ്ട, ഈ പോലീസുകാർക്ക് തന്നെ വിവിധ വകുപ്പുകളുണ്ട്. വിവിധതായ റേഞ്ചർ ഓഫീസ്, ഫോറസ്റ്റ്, പിന്നെ അതേപോലെ എക്സൈസ്. ഇതിലൊക്കെ അവർക്ക് ചേഞ്ച് വരുത്താനുള്ള അധികാരം കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോൾ അവരിപ്പോൾ ഈ 21 പോലീസുകാർ കണ്ണൂർ പിന്നെ ക്യാമ്പ് പോയിട്ട് പൊരിഞ്ഞ പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാ അല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ കാലം മാറി. അപ്പോൾ അതും കൂടി നിങ്ങൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ. കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും രീതിയിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തിരുത്താനും അറിയാം. ഒക്കെ അവരുടെ കയ്യിലാണ്. നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ ഇപ്പോൾ അതിൽ വേറെ ഒരു ഇതുമില്ല. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ നിയമസഭയിൽ എന്തൊക്കെ അടിപിടി ഉണ്ടായി. നിയമസഭ തല്ലി തകർത്തു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ അടിച്ച് തകർത്തൊക്കെ നിങ്ങൾ കണ്ടല്ലേ. എന്നിട്ട് അവർ എന്തെങ്കിലും കോടതി കയറി നിങ്ങൾ കണ്ടണോ? അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അതിൽ വേറെ തെറ്റിദ്ധരിക്കാനും വേണ്ടാത്തതായിട്ടൊന്നും ഇതിലില്ല കേട്ടോ.